എനിക്കൊരു സംശയം. എന്താ? ഈ സിനിമയിലൊക്കെ സ്നേഹിക്കുന്നവര് ആടിപ്പാടാറില്ലേ? സ്നേഹം വരുമ്പോ എല്ലാരും അങ്ങനെ ചെയ്യൂ? വേണമെങ്കിൽ ചെയ്യാം, നമുക്ക് ആടാം പാടാം. പക്ഷെ ഒരു സംശയം, പാട്ട് പാടുമ്പോ ഈ മ്യൂസിക് എവിടുന്നാ വരുന്നേ? അത് ശരിയാ, അത് എവിടുന്നാ വരുന്നത്? ആ, എനിക്ക് പിടികിട്ടി. എവിടുന്നാ? സ്നേഹിക്കുന്നവരുടെ ഹൃദയത്തിൽ നിന്ന്. എന്നിട്ട് ഞാൻ കേൾക്കുന്നില്ലല്ലോ. കേട്ടു നോക്ക്. ആകാശ് എന്ന് പറഞ്ഞാൽ ആകാശം. അതെനിക്കറിയാം. അപ്പോ ഇനി വേറൊരു തമാശ ആക്കണോ? നമ്മള് ഈ കലം എന്ന് പറയില്ലേ, മൺകലം എന്നൊക്കെ. ഹിന്ദി ഭാഷയിൽ കലം എന്ന് പറഞ്ഞ പേന. അതുകൊണ്ട് 5ാം ക്ലാസ്സിലെ പഠിച്ചതാ. എനിക്ക് ഒരു ചെറിയ സംശയം. എന്ത് സംശയം? ഈ ഭിക്കാരി എന്ന് പറഞ്ഞാൽ എന്താ? ഭിക്കാരിയോ? അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിൽ ഇല്ലല്ലോ. ഉണ്ട്. അബ്കാരി ആയിരിക്കും. അല്ല, ഭിക്കാരി പുസ്തകത്തിലുണ്ട്. പുസ്തകമൊന്നും കണ്ട. അങ്ങനെ ഒരു വാക്ക് ഹിന്ദിയിലുണ്ട്. ഇവിടെ സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ സംശയമൊന്നുമില്ല. ഞാൻ 10 വർഷം പട്ടാളത്തിലായിരുന്നു. അതുകൊണ്ട് കാര്യമൊന്നുമില്ല. പട്ടാളക്കാരെല്ലാം ഹിന്ദി സാഹിത്യകാരന്മാരല്ലോ. അത് പോട്ടെ, ഈ ഭിക്കാരിയുടെ അർത്ഥം എന്താ? അതെ, ഭിക്കാരി. ഭിക്കാരി ഭിക്കാരി എന്ന് പറഞ്ഞാൽ ധിക്കാരി അല്ലല്ലോ. ഭിക്കാരി. അതെ, ഭിക്കാരി. ഭിക്കാരി എന്ന് പറഞ്ഞാൽ സ്ഥിതി സമത്വം എന്നൊക്കെ പറയാം. സ്ഥിതി സമത്വം. തെണ്ടി. അച്ഛാ, ഞാൻ അർത്ഥം പറഞ്ഞതാ മോളെ ഭിക്കാരിയുടെ. തെണ്ടി, യാചകൻ, എരപ്പാളി എന്നൊക്കെ ആ വാക്കിന് അർത്ഥം. എന്താ? അങ്ങനെയും ചില അർത്ഥങ്ങൾ ഉണ്ട്. പക്ഷേ ഉറുദുവിന്റെയും ബംഗാളിയുടെയും സ്വാധീനമുള്ള ചില പ്രാദേശിക പ്രദേശങ്ങളിൽ ഭിക്കാരിക്ക് സ്ഥിതി സമത്വം എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ തന്നെ തൃശ്ശൂർ പറയുന്ന ഭാഷയാണോ കോഴിക്കോട്ട് പറയുന്നത്? അത് തന്നെയാണോ തിരുവനന്തപുരത്ത് പറയുന്നത്? ഒരു മണ്ണാങ്കട്ടം പറയണ്ട. ഭിക്കാരി എന്ന വാക്കിന് ഞാൻ പറഞ്ഞതിനാണ് അർത്ഥം. വേണം ഡിക്ഷണറി കൊണ്ടുവരാം, ബെറ്റുണ്ടേ വെക്കാം. അങ്ങനെ വാശി പിടിക്കാതെ. ഒരു ഭാഷയും ആരുടെയും കുത്തകയല്ല. ഉദാഹരണത്തിന് ഞാനൊരു വാക്ക് ചോദിക്കാം, അതിന്റെ അർത്ഥം പറയൂ. പറയാം. അയ്യോ, അതാർക്കാ അറിഞ്ഞിടത്തെ? ഞാൻ പറയട്ടെ? ഇവിടെ പറയട്ടെ. പറഞ്ഞു കൊടുക്കച്ചാ. വലിയ തമാശക്കാരൻ തന്നെ. പഠിക്ക. ഭിക്കാരി ഭിക്കാരി ഭിക്കാരിയും കൂടെ കൊണ്ടുപോയിക്കോളൂ. താങ്ക് യു. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി അക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഇക്കരെ. നിന്റെ ആ വേലക്കാരൻ ചെറുക്കന്റെ പോക്ക് തീരെ ശരിയല്ല. എപ്പ നോക്കിയാലും അവൻ വീടിന് പുറവച്ചത്താ. വിറക് കീറാനാ, തുണി അലക്കാനാണെന്നൊക്കെ പറഞ്ഞു. അപ്പുറത്ത് ആ വേലക്കാരി പെണ്ണുണ്ടല്ലോ. നിങ്ങളുടെ ഈ സ്വഭാവം വെച്ചോ മറ്റുള്ളവരളക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ സത്യം മനസ്സിലാവും. ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതെങ്ങനെ ഇവിടെ വന്നു? മീനുന്റെ അല്ലേ? നീ തച്ചു കൊടുത്തോ? അമ്മയുടെ ആണോ? അല്ല, സാറിന്റെ ആണോ? എന്നാ ഇത് ഇവിടത്തെ അല്ല. എടീ ജാനു, എടീ ധാരണടി. അയ്യോ, ഇത് എന്റെ ആണല്ലോ. ഇതെങ്ങനെ അവിടെ വന്നു? കാറ്റത്ത് പറഞ്ഞു വന്ന് വീണതായിരിക്കും. കാറ്റ് കൈകൊണ്ട് എടുത്ത് ഇവിടെ കൊണ്ട് നിട്ടതായിരിക്കും. എടാ, നീയല്ലേടാ അവിടെ ബ്ലൗസിനെ കൊണ്ട് ഇവിടെ ഇട്ടത്? ഇല്ലമ്മേ, ഞാൻ എന്തിനങ്ങനെ ചെയ്യണം? കള്ളം പറയരുത്. ബ്ലൗസ് എടുക്കാനാണെന്നും പറഞ്ഞ് അവളെ ഇങ്ങോട്ട് വരുത്താം, അല്ലെങ്കിൽ ബ്ലൗസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് നിനക്ക് അങ്ങോട്ട് പോകാം. എന്റെ അച്ഛനാണ്, എനിക്ക് അറിഞ്ഞൂടമ്മേ.
സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. മാഷ് പോയോ മോളെ? പോയി. ഞാൻ ആ അർത്ഥം ചോദിച്ചതില് മാഷക്ക് വിഷമുള്ളതായിട്ടൊന്നും സൂചിപ്പിച്ചില്ലോ? മാഷത് അപ്പോഴേ മറന്നു. ഞാൻ വെറുതെ ഒരു നേരം പോക്ക് ഉണ്ടാക്കിയതാ. അർത്ഥമൊക്കെ മാഷ് പറഞ്ഞു തന്നെ ശരി. പിന്നെ മോളെ കോളേജിൽ ഹിന്ദി പഠിപ്പിക്കുന്ന ആരാ? ഒരു വത്സല ടീച്ചർ. ആ ടീച്ചറെ ഒരു ദിവസം വീട്ടിലേക്ക് വിളിക്കണം, നമുക്കൊരു പാർട്ടി കൊടുക്കാം. വത്സല ടീച്ചറിന് മാത്രം കേട്ടോ? ട്യൂഷൻ മാഷിനെ കൂട്ടാം. നിന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയതിന്റെ ക്രെഡിറ്റ് അവർക്ക് രണ്ടുപേർക്കുമാണല്ലോ. എപ്പോ വിളിക്കും? ടീച്ചറോട് ചോദിച്ചിട്ട് പറയാം. നിൽക്കണ അവിടെ. എന്റെ പോസ്റ്റിൽ ഗോൾ അടിക്കാൻ ശ്രമിച്ചവരാരും ആ കാലം കൊണ്ട് തിരിച്ചു പോയിട്ടില്ല. പോകാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എന്നാൽ ഒരു വലിയ പരാജയത്തിന് തയ്യാറെടുത്തു. अरे ओ मीनू, आ गया तुम्हारा मास्टर जी। हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ। आइए आइए आइए, इधर बैठना, इधर। ബൈട്ടോന് അതെന്തോന്ന്? ബൈട്ടോനൊക്കെ ഇപ്പൊ സമയമില്ലേ? എന്നാ അറിയാവുന്ന ഭാഷ പറയാം, ഇങ്ങോട്ടിരിക്കാം. മേലെ പെയിന്റിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടെ ആണ്. മീനു ഉള്ളത് പറയണമല്ലോ, എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഐ ആം വെരി മച്ച് ഹാപ്പി. കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും. ബഹുമാനിച്ചോ? ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. എന്നോടുള്ള പരിഭവം തീർന്നില്ലേ? ആർക്കാ അച്ഛാ പരിഭവം? ഞങ്ങള് വെറുതെ തമാശ പറഞ്ഞതല്ലേ. ഞാനൊരു തമാശയും പറഞ്ഞില്ല. അത് വേറൊരു തമാശ. ആ മോളെ, നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ? കാണുന്നില്ലല്ലോ. ഏത് ഹിന്ദി ടീച്ചർ?
വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത്? കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ. എന്റെ 2 ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക. പാർട്ടിയോ? പാർട്ടി ഒന്നും എനിക്ക് വേണ്ട. പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ? മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട്. സോറി മീനു, പാർട്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല. ഐ എം റിയലി സോറി. എന്തോന്നാ കുഴിച്ചിട്ടത്? അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു. ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളിക്കാം. ഡോങ്കിയോ? അതെന്തോന്നാ? അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും, മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയും. പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും. പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും, ഇവക്കും കിട്ടും, ടീച്ചർക്കും കിട്ടും, എല്ലാവർക്കും കിട്ടും. വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം. ഭയങ്കര രസമുള്ള കളി. എന്തു പറ്റി? കയറി നിന്നോളൂ മോളെ. എല്ലാം തയ്യാറായി. നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ? ഇനി പപ്പടം കാഴ്ച മാത്രം മതി. എന്റെ വയറിന് തീരെ സുഖമില്ല. ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചേച്ച് വരാം. മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന്. തൊലച്ചു. തുളച്ചെങ്കിൽ പെരിച്ചാഴിയായിരിക്കും. അച്ഛനൊന്നും ഉണ്ടായിരിക്കും. സാറ് വെളിയിൽ പോയി മരുന്ന് വാങ്ങിക്കണ്ട. വയറ്റിന് എന്താ അസുഖം? അസുഖം കുളിച്ചു തിരട്ടുന്നുണ്ടോ? അതല്ല, എരിച്ചിലെടുക്കുന്നുണ്ടോ? ഇത് വേറൊരു തരം വെപ്രാളമായിരിക്കും. വെപ്രാളം എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടോ മോളെ? ടീച്ചർ വരുന്നുണ്ടോ നോക്ക്. അയ്യോ, ഇതൊരു തരം വയറിളക്കമാണേ. അയ്യോ, ഇത്രേ ഉള്ളോ? നല്ല 1-ാം തരം ചുക്ക് കഷായം ഇട്ട് തരാം. വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും. അച്ഛാ, അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ. ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം. എനിക്ക് പോണോ? ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും. അവിടെ ഇരുന്നാട്ടെ, ഞാൻ ഇപ്പൊ വരാം. അയ്യോ അയ്യോ ടീച്ചർ ആയിരിക്കും. അയ്യോ അമ്മേ, അയ്യോ. വരൂ ടീച്ചർ. ഇത് മാസ്റ്റർ. അയ്യോ, ഹലോ ടീച്ചർ, ഐ ആം ഭക്ത ഖന്ന. ഞാൻ വത്സല. ഇരിക്കൂ ടീച്ചർ. മീനു, അച്ഛനെവിടെ? ചെന്ന് വിളിക്കൂ. ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയൂ. നമുക്ക് ഡോങ്കി കളിക്കാൻ. ചെല്ലു. ഡോങ്കിയോ? അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു. അച്ഛാ, 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 അച്ഛ ടീച്ചറെ വിളിക്കുന്നു. അച്ഛാ, അച്ഛന് നല്ല സുഖമില്ല മോളെ. ടീച്ചറെ ഊണ് കഴിച്ചിട്ട് വേഗം പൊക്കോളാൻ പറ. അല്ലച്ഛാ, മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു. അവനും ടീച്ചറോട് കളിച്ചോളാൻ പറ. അച്ഛന് വേറൊരു നല്ല സുഖമില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. ആ, വേറെ 2 പേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിന് സുഖമില്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടാ. മേജർ സാറേ, മേജർ സാറേ, വരൂ നമുക്ക് ഡോങ്കി കളിക്കാം. മേജർ സാറേ, മേജർ സാറേ.
ചുക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കും ചക്ക ചുക്കു ചുക്കും. ദാ കഷായം വയറ്റുവേദനയ്ക്ക്. ഇപ്പൊ വയറിന് അസുഖം എനിക്കല്ല, ഏ? ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കൂ. മീശയ്ക്കോ വയറ്റുവേദനയോ? ചേടാ മുത്തശ്ശ, മുത്തശ്ശ, ഇതാണ് പ്രേം, ഇതാണ് പ്രേം. മനസ്സിലായി മനസ്സിലായി. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച കാര്യം ഈ മുത്തച്ഛനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. രാഷ്ട്രീയക്കാരനായിരിക്കും. ഏത് പാർട്ടിയാ? അയ്യോ അല്ല. ഓ അയ്യന്നോ അയ്യന്നോ, പുതിയ പാർട്ടിയായിരിക്കും. ഏതെങ്കിലും നല്ല പാർട്ടിയിൽ നിന്ന് കാലുമാറിയ ഹോട്ടലിലെ മന്ത്രിയാകാം. അയ്യോ, രാഷ്ട്രീയക്കാരനല്ല, രാഷ്ട്രീയക്കാരനല്ല. ഓ, വേഷം കണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഏതായാലും നല്ല തറവാട്ടിൽ പറഞ്ഞതായിരിക്കും. വേഗം വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ. കല്യാണക്കാര്യം ഈ മുത്തച്ഛൻ ഉറപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. ചേച്ചി അരിയൊന്നും കൊണ്ടുവരണ്ട, അച്ഛനെ മാത്രം കൂട്ടി കൊണ്ടുവന്നാ മതി. ഈ വേഷമൊക്കെ പഴഞ്ചന. ഇവളുടെ തന്തയുണ്ട് വീട്ടില്, വയസ്സായി. അവൻ കളസമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിടുക്കനാകണം. ഇപ്പോഴത്തെ കാലത്ത് എന്റെ കൊച്ചുമകളുടെ ഭർത്താവ് ഒരു പരിഷ്കാരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഗമയ. നടക്കട്ടെ നടക്കട്ടെ മോളെ.